ഒരു കാറ് വാങ്ങിക്കാൻ പോകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാറ് വാങ്ങിക്കുന്നവർക്ക് പല മോഹങ്ങൾ കാണും. കാറ് വീട്ടിലെല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ടും മഴ നനയാതെ പോകാൻ വേണ്ടിയിട്ടും കുറച്ച് ദൂരം പോകാൻ സേഫായിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും കാറ് വാങ്ങിക്കാനായിട്ട് നല്ലത് തന്നെയാണ്. കാറാണ് ഏറ്റവും നല്ലത് ബൈക്കിനെക്കാളും ഒക്കെ. ഞാൻ എപ്പോഴും അതാണ് അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ കാറ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാവുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇത് ഈ ലോണിനെടുത്ത് വാങ്ങിക്കുന്നെങ്കിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് തിരിച്ചടയ്ക്കുമ്പോൾ ഇരട്ടി അടയ്ക്കേണ്ടി വരും. മിക്കവാറും ഇരട്ടിയാവും. 7 വർഷം കഴിയുമ്പോൾ ഇരട്ടിയാവും. അത് കഴിഞ്ഞ് കൊടുക്കുമ്പോൾ അതൊന്നും കിട്ടില്ല. അതുപോലെ കാറ് നമ്മുടെ ഇപ്പോൾ ഒരു ലാൻഡ് പോലൊരു അസറ്റൊന്നുമല്ല. ഇപ്പോൾ വീടും അതുപോലെ തന്നെ ഇങ്ങനെ ഡിറ്റീരിയേറ്റ് വരുന്ന ഒരു അസറ്റാണ്. ലാൻഡാണെങ്കിൽ അത് പിന്നെയും അപ്രീസിയേഷൻ ഉണ്ടാവും. ഈ കാറും നിങ്ങൾ ആലോചിക്കാനുള്ളത് ഒരു ഡിപ്രീസിയേഷൻ അസറ്റേ അല്ല, നിങ്ങൾക്ക് യൂസ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അപ്പം വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഓടിച്ചാലേ നിങ്ങൾക്ക് ലാഭമുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരു കാർ എടുത്ത് ഇപ്പോൾ ഒരു 5 വർഷം 6 വർഷം കൊണ്ട് ഒരു 30,000-40,000 കിലോമീറ്റർ ഓടിച്ചാൽ വെറും നഷ്ടമാണ്. ആ പൈസ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ യൂബർ പിടിച്ച് പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ടാക്സി പിടിച്ച് പോകുന്നതായിരിക്കും ലാഭമായി തോന്നുക. അപ്പം നിങ്ങൾക്ക് ഓട്ടോ ഉണ്ടോ, നിങ്ങൾ അത് ഓടുമോ എന്നൊക്കെ നിർബന്ധമായിട്ട് ഇപ്പോൾ കറങ്ങാൻ പോകുന്ന ടൂർ പോകുന്നവർക്കൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ ആവറേജ് ഒരു വർഷം മിനിമം ഒരു 10,000-15,000 കിലോമീറ്ററിൽ 20,000 കിലോമീറ്ററിന് മുകളിൽ ഓടിക്കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഈ വണ്ടി എടുത്താൽ ലാഭമുള്ളൂ. ലാഭമല്ല, നിങ്ങൾക്കത് മുതലാവുള്ളൂ. അല്ല വെറുതെ ഷോയ്ക്ക് വേണ്ടി എടുത്തിടാന്നുള്ളേ ഉള്ളൂ. അപ്പോൾ കാറിപ്പം ഇലക്ട്രിക് കാറുണ്ട്, പെട്രോൾ കാറുണ്ട്, ഡീസൽ കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് തീരെ ഓട്ടം കുറവാണെങ്കിൽ ഏറ്റവും ലാഭം പെട്രോൾ കാർ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ വിലയും ഡീസലിൻ്റെ വിലയും തമ്മിൽ 10 രൂപ വ്യത്യാസമുള്ളൂ. അപ്പം ഡീസൽ കാറിനും ഇലക്ട്രിക് കാറിൻ്റെ വില ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് അത് മുതലാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കാർ പിന്നെ ഇലക്ട്രിക് കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴി വെച്ച് ചാർജ് കുറേ രാത്രി നമ്മൾ ചാർജിൽ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ചാർജ് എല്ലാം കൂടെ കറിയും. അത് നമുക്ക് പിന്നെ ഒരു വിഷയമാണ്. അപ്പം നിങ്ങൾക്ക് അധികം ഓട്ടോ ഇല്ല, നിങ്ങളൊരു 10,000 കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കണ്ടീഷനിൽ ഒരു പെട്രോൾ കാർ തന്നെയാണ് ഏറ്റവും ലാഭം. കാരണം ഷേക്ക് കുറവാണ്, ചൂട് കുറവാണ്, മെയിൻ്റനൻസ് കുറവാണ് ബാക്കി ഡീസലിലൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇലക്ട്രിക്കലിന് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾക്ക് അധികം ഓട്ടോ ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഇലക്ട്രിക് കാറാണ്, അല്ല പെട്രോൾ കാറാണ് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ തീരെ ചെറിയ സൈസിൽ നല്ല വണ്ണമുള്ള സൈസുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെറിയ വണ്ടികളിൽ കയറിയിരിക്കാൻ വലിയ പാടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മാരുതി 800 പോലെയോ അങ്ങനത്തെ നാനോ ഒന്നും കാറിൻ്റെ കൂട്ടത്തിൽ കൂട്ടേണ്ട ആവശ്യമേ ഇല്ല. കാരണം അതൊക്കെ വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി ഒരു കാറിൻ്റെ ഒരു ഓട്ടോറിക്ഷ ബേസിൽ ഇറക്കിയിരിക്കുന്ന സാധനങ്ങളാണ് ആ സാധനങ്ങൾക്ക്. അതൊക്കെ എല്ലാം പൂട്ടിക്കെട്ടി നമ്മളന്ന് പറഞ്ഞപ്പോൾ പലർക്കും ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എല്ലാം പൂട്ടിക്കൊട്ടി ലോട്ടറി വിൽക്കാനും വഴിയിൽ സാധനങ്ങൾ വിൽക്കാനും ഒക്കെ അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളിൽ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ ഓരോരോ വണ്ടിക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങൾ കാർ വാങ്ങിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യാവുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം ഈ എല്ലാ വണ്ടികളും ഒന്ന് ട്രയലിന് ഓടിച്ച് നോക്കുക എന്നുള്ളതാണ്. എല്ലാവരും തരും ഓടിക്കാനായിട്ട്. ഓടിച്ചിട്ട് അപ്പം ഇതിനകത്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ പവർ കുറഞ്ഞ വണ്ടികൾ കേരളത്തിനകത്ത്, അതായത് ബോഡി സൈസ് ഇപ്പോൾ ഒരു SUV ആണെങ്കിൽ നോർമലി ഒരു നല്ല സൈസ് വരും. അതിനെ നമ്മൾ കയറ്റം വലിച്ച് കയറ്റാനും ഭയങ്കര കുത്തനെ എടുക്കണം. അതുപോലെ തന്നെ ഇറഗുലർ റോഡുകളിലെല്ലാം കൊണ്ടുപോകാനൊക്കെ ഭയങ്കര പാടാണ്. പവർ കുറവാണെങ്കിൽ ഒട്ടും വലിക്കില്ല. അപ്പോൾ ചെയ്യാനുള്ളത് പവർ കുറഞ്ഞ വണ്ടികൾ വലിയ വണ്ടി എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇപ്പോൾ ഡസ്റ്റർ പോലെയൊക്കെ വന്നിട്ട് വലിക്കൂലായിരുന്നു. അങ്ങനെ പല വണ്ടികളുണ്ട് വലിക്കാത്ത വണ്ടികൾ. അപ്പോൾ ഇതുപോലെ തന്നെ മാർക്കറ്റിൽ ഈ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് കാരണം കാറുള്ളവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ ബ്രാൻഡ് നല്ലതെന്നേ പറയുള്ളൂ. അത് അങ്ങനെയാണത്. പക്ഷേ അതല്ല എൻ്റെ വാസ്തവം. നിങ്ങൾ ആക്ച്വലി ഓടിച്ചു നോക്കുക. ഇപ്പോൾ പവർ കുറഞ്ഞ വണ്ടികൾ എടുക്കാനേ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈസൊക്കെ ആളൊക്കെ ഇത്തിരി സൈസുള്ള ആളാണ് എങ്കിൽ നിങ്ങൾ ചെറിയ വണ്ടി ഇറങ്ങി അതിൽ കയറിയിരിക്കാൻ ഭയങ്കര പാടാണ്. അതുപോലെ ഓട്ടോമാറ്റിക് വണ്ടികളാണ് ഏറ്റവും നല്ലത്. ഓട്ടോമാറ്റിക് വണ്ടികളാകുമ്പോൾ നിങ്ങൾക്ക് പുതിയ ആളാണെങ്കിൽ ഉറപ്പായിട്ട് അതാണ് നല്ലത്. പിന്നെ ഇപ്പോൾ IMT എന്ന് ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലച്ചില്ല ഗിയറുള്ളതുണ്ട്. അതാണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. ക്ലച്ചുള്ള വണ്ടികൾ സിറ്റിക്കകത്ത് ഓടിക്കാൻ ഭയങ്കര പാടാണ്. എന്ന് പറഞ്ഞാൽ നല്ല നിങ്ങൾക്ക് മുട്ടുവേദനിക്കും എല്ലാം ചെയ്യും. പയ്യന്മാർ സെറ്റൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ഏറ്റവും ഈസി കംഫർട്ടബിളും കാറുന്ന കണ്ടീഷനിലോട്ട് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും നല്ലത് ക്ലച്ചില്ലാത്ത വണ്ടികൾ തന്നെയാണ് കേട്ടോ. ക്ലച്ചില്ലാത്ത വണ്ടികൾ തന്നെയാണ് ഏറ്റവും, ഇടയ്ക്ക് കോൾ വരുന്നുണ്ട് ഇൻ്റർപ്രിറ്റാണ്. ക്ലച്ചില്ലാത്ത വണ്ടികൾ തന്നെയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഈ നിങ്ങൾ ബ്രാൻഡുകളുടെ വില കമ്പയർ ചെയ്ത് നോക്കുക. പല വണ്ടികളുടെയും വില കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഓൺ റോഡ് പ്രൈസ് നോക്കുക എത്രയുണ്ടെന്ന്.
അത് നോക്കിയിട്ട് പിന്നെ അതിനകത്ത് ഫെസിലിറ്റീസും കമ്പയർ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഇവിടെ ഈ റൂഫ് ടോപ്പിൽ നമ്മുടെ ഈ മറ്റേ വിൻഡോ ഒന്നും ഒരാവശ്യമില്ല, ഇവിടെ അത് ഓപ്പൺ ചെയ്യാനേ പറ്റില്ല, അത് അവിടെ ഇരുന്നേ ചീത്തയാവും. അതിനവർ നമുക്കത് 50,000 60,000 രൂപ എക്സ്ട്രാ മേടിക്കും. അതേസമയം ഇപ്പം 4 സൈഡും കാണാൻ പറ്റുന്ന ക്യാമറാസ് നല്ലതാണ്, റിയർ ക്യാമറാസ്, അത് 4 ചുറ്റും ക്യാമറയിലാണ്. ടയർ പ്രഷർ എത്രയാണ് അകത്ത് കാണിക്കുന്നത്, അത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫെസിലിറ്റീസ് നമ്മൾ നോക്കണം, ഇതിലേതാണ് ഏറ്റവും കൂടുതലുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഈ ഇപ്പോൾ ഉദാഹരണം ഒരു വണ്ടിയിൽ ഇപ്പോൾ സിട്രോജൻ എന്ന് പറഞ്ഞിട്ട് അത് വണ്ടി, അതിനകത്ത് 1200 cc വണ്ടിക്ക് ഇതുപോലെ വന്നിട്ട് 15-16 രൂപ വിലയുണ്ട്. അതേസമയം ഇത് നമ്മുടെ കിയയുടെ തന്നെ കേറൻസിലാണെങ്കിൽ അതിൻ്റെ ബേസ് മോഡലിലാണെങ്കിൽ 14,000 രൂപയുള്ളൂ. അത് ഓട്ടോമാറ്റിക്, സെമി ഓട്ടോമാറ്റിക്, അതായത് ക്ലച്ചില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ അത് ഇതിനേക്കാൾ വീൽ ബേസ് ഉള്ളതാണ്, പവർ കൂടുതലാണ്, 1500 cc ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല പവർ കൂടിയ വണ്ടി എടുക്കാവും. നമ്മുടെ ഏരിയയ്ക്കുള്ള പ്രത്യേകതയാണ്. അല്ലെങ്കിൽ വണ്ടിയുടെ വെയിറ്റ് കുറവായിരിക്കണം. ഇപ്പം മാരുതി 800 കുഴപ്പമില്ല, പക്ഷേ മാരുതി 800 ആൾ കൊള്ളില്ല, ഒട്ടും കൊള്ളില്ല. അതിൻ്റെ ബൂട്ട് സ്പേസും കൊള്ളില്ല. ബൂട്ട് സ്പേസൊക്കെ പക്ഷേ നിങ്ങളൊക്കെ ദൂരെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രമേ ഈ ബൂട്ട് സ്പേസൊക്കെ ആവശ്യമുള്ളൂ. അല്ലാത്തപ്പോഴത്തേക്കും ബൂട്ട് സ്പേസ് ഒന്നും വലിയ ആവശ്യമേ ഇല്ല, കുഞ്ഞ് ബൂട്ട് സ്പേസ് മതിയാവും യഥാർത്ഥത്തിൽ. അപ്പം അതുപോലെ സിറ്റിക്കകത്ത് ഭയങ്കര കൺജസ്റ്റഡ് സിറ്റിയാണ്, അവിടെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ലോക്കലാണെങ്കിൽ ഏറ്റവും നല്ലത് ചെറിയ വണ്ടി എടുക്കുക, ഓട്ടോമാറ്റിക് വണ്ടി തന്നെ എടുക്കുക. അതുപോലെ തന്നെ ഇത് ഈ പെട്രോൾ വണ്ടികൾ തന്നെയാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. പിന്നെ വില കമ്പയർ ചെയ്ത് നോക്കണം. കഴിയുന്നതും പൈസ കൊടുത്ത് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പൈസ കൊടുക്കാതെ ലോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമ്മളിത് അടച്ചു തീരുമ്പം ഇതിൻ്റെ ഡബിൾ അടയ്ക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പേഷ്യൻസ് ഇനി വരും. കാറുകളുടെ കാര്യം പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ പ്രത്യേക കാര്യം ആലോചിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാറ് ഒരു അസറ്റൊന്നുമല്ല, അത് നമുക്കൊരു യൂസ് ആൻഡ് ത്രോ അവേ എന്നുള്ള കണ്ടീഷനിലേ നമ്മളപ്പോൾ അത് നമ്മളിപ്പം നമുക്ക് മാക്സിമം അത് യൂസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇതിനകത്ത് പോകാം. അതുപോലെ തന്നെ ഇവരുടെ പലരുടെയും സർവീസ് സെൻറ്ററിലൊന്ന് പോയി നോക്കണം. കാരണം ഇവർക്ക് ഈ എണ്ണം കൂടുന്തോറും ഇവിടെ സർവീസ് സെൻറ്റേഴ്സ് കൂടുതലല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഭയങ്കര താമസിക്കും. ഇപ്പോൾ ഒരു ചെറിയ ഡെൻറ്റ് വന്നു അല്ലെങ്കിൽ മെൻറ്റ് വന്നു, അതവിടെ കൊണ്ടുവന്ന് റെഡിയാക്കാനായിട്ട് ചിലപ്പോൾ 2 ആഴ്ച എടുക്കും. കാരണം ഇയാൾ മാത്രമേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. കാരണം ഏതൊരു ഇപ്പോൾ ഈ സ്പെയർ പാർട്സ് ആണെങ്കിലും സെയിം പെയിൻറ്റിൻ്റെ കളറെല്ലാം കിട്ടണമെങ്കിലും അവരുടെ അകത്ത് സർക്യൂട്ടൊക്കെ അറിയണമെങ്കിലൊക്കെ ഈ നമ്മുടെ ഈ കമ്പനിയുടെ ഓൺ സർവീസിന് അല്ലെങ്കിൽ അവരുടെ ഡീലേഴ്സിൻ്റെയും മാത്രമേ ഇതൊക്കെ ഉള്ളൂ. നമുക്ക് വെളിയിൽ കൊടുത്ത് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം അതൊന്ന് ആലോചിച്ചിട്ട് അപ്പോൾ അത് പോയി നമ്മൾ നോക്കണം, യഥാർത്ഥത്തിൽ എത്ര സമയം കൊണ്ട് സാധനം കിട്ടും. വണ്ടിയാകുമ്പോൾ എവിടെയൊക്കെ തട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് റിപ്പയറിനോട് കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് താമസിക്കും കിട്ടാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ പലരുടെയും സർവീസ് ശരിക്കും മോശമാണ്. അതെല്ലാം നമ്മൾ ആലോചിക്കുമ്പോൾ അതെല്ലാം ഒന്ന് നിങ്ങൾ റിയലായിട്ടൊന്ന് ഫീൽ ചെയ്തിട്ട് ഈ സാധനം നിങ്ങളുടെ ഹാർഡ് ഏൺ മണി എന്ന് പറയുന്ന എത്രയോ നമ്മൾ ലക്ഷങ്ങൾ എത്രയോ വർഷം കൊണ്ട് കൂട്ടി വെച്ചതാണ് ഇതിനകത്ത് ഇറക്കുന്നത്. കാർ നല്ലത് തന്നെയാണ്. അതുപോലെ ബൈക്കും കാറും കൂടെ ഓടിക്കാതിരിക്കുകയാണ് നല്ലത്. ഒരു കാർ എടുക്കുക, അത് തന്നെ മാക്സിമം എല്ലാവരും കൂടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ലാഭം. കാരണം ബൈക്കിൻ്റെ ഇൻഷുറൻസും ബൈക്കിൻ്റെ റിപ്പയറും എല്ലാം വേണം, അതിൻ്റെ പിന്നെ ഡേഞ്ചറും കാര്യങ്ങളൊക്കെ ആണ്. ഇതാകുമ്പോൾ കാറിലാകുമ്പോൾ അങ്ങനെ പ്രശ്നം. വെളി രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ ബൈക്കുകൾ ഭയങ്കര കുറവാണ്, എല്ലായിടത്തും കാറുകൾ തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ അവിടെ വീട്ടിനകത്ത് ഈ പാർക്കിംഗ് സ്പേസൊക്കെ ഭയങ്കര കുറവാണെങ്കിൽ കുഞ്ഞു കാറാണ് നല്ലത്, ചെറിയ കാറാണ് നല്ലത്. അപ്പോൾ അതിൻ്റേതായ ഡിസ്കംഫർട്ടുകളൊക്കെ ഉണ്ട്. കാരണം പൊക്കമുള്ളവർക്ക് തല തട്ടും പോലെ ഇരിക്കേണ്ടി വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. പവർ കുറഞ്ഞ കാർ എടുക്കരുത്. പവർ വെയിറ്റ് അനുസരിച്ച് വലിപ്പം കൂടിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പവർ കുറഞ്ഞ കാർ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ഇവരുടെയൊക്കെ മദർ ഹിസ്റ്ററി എന്ന് പറയും, അതായത് ഇവർ ഏത് രാജ്യത്തിൽ നിന്ന് എവിടെ നിന്ന് വന്നിരിക്കും എന്നെല്ലാം കൂടെ നോക്കണം. ഇവരെയൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ വെളി രാജ്യങ്ങളെല്ലാം ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള അച്ചുകളിലാണ് ഈ പല കാറും മോഡലുകളും നമുക്ക് അടിച്ചേൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും വളരെ തന്നെയായിരിക്കും. പല വണ്ടിയും ഒരു 2 വർഷം കഴിയുമ്പോൾ ഭയങ്കര കിലുക്കം, 2 പോകില്ല, അതിന് മുമ്പേ കിലുക്കം തുടങ്ങും. കിലുക്കം റിക്രിവേ നിങ്ങൾ മടുക്കും. അപ്പോൾ അതേസമയം ഞാനിപ്പം മാർക്കറ്റിൽ നോക്കിയതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറച്ച് കമ്പനികളുണ്ട്. കിയ നല്ലതാണ്, കിയയുടെ മിക്ക പ്രോഡക്ട്സും കൊള്ളാം, ഹുണ്ടായുടെയും കൊള്ളാം. അത് രണ്ടും പേരൻറ് കമ്പനി ഒന്നാണ്, 2 ബ്രാൻഡിൽ ഇറക്കുന്നതേ ഉള്ളൂ. അതുപോലെ സുസുക്കിയും നല്ലതാണ്. സുസുക്കിയുടെ ക്വാളിറ്റി അവരുടെ രണ്ട് ബ്രാൻഡും വലിയ കുഴപ്പമില്ല. കാരണം ഓടിത്തെളിഞ്ഞ വണ്ടികളാണ്. നമുക്കറിയാം, നമ്മുടെ ഇതിലൊക്കെ ഇരുന്ന് പണ്ടിരുന്ന മാരുതി 800 4 ലക്ഷം 5 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടിയിട്ട് പണിയില്ലാതെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോണ്ടയും നല്ലതാണ്, നല്ല കമ്പനിയാണ്. അവരുടെ ക്വാളിറ്റി സാധനങ്ങളുണ്ട്. പക്ഷേ അവർക്ക് ഇപ്പോൾ പുതിയ ഒരുപാട് വെറൈറ്റി മോഡലില്ല. അതിലെല്ലാവരും പൈസ കൂട്ടി കേട്ടോ, അതാണ് വേറൊരു കാര്യം. പിന്നെ അപ്പോൾ ഈ 2 കമ്പനികളും
ഈ 3 കമ്പനികളാണ് പ്രധാനമായിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഈ ഏതെങ്കിലും ഇവരുടെ മോഡലുകൾ ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് അതിലേതെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം നോക്കി സെലക്ട് ചെയ്യുന്നതായിരിക്കും ഭേദം. പിന്നെ ഈ മറ്റ് കമ്പനികളുടെ എല്ലാം ഇതുപോലെ തന്നെ പിന്നെ ഹൈ എൻഡ് മോഡൽസ് എന്ന് പറഞ്ഞാൽ BMW അങ്ങനെ അതൊന്നും സാധാരണക്കാർക്കൊന്നും വരുന്നില്ല. അതൊക്കെ കുറച്ചുകൂടെ അത് വളരെ യൂസ് ചെയ്യുന്നവരുടെ കുറവാണ്. ബെൻസ് ആണെങ്കിലും എല്ലാം ഇതാണ്. അതുപോലെ തന്നെ ഈ സർവീസുകൾ 10,000 വലിയ വലിയ വണ്ടിയൊക്കെ 10,000 സർവീസ് ചെയ്താൽ മതി. അത് നല്ല സുഖമാണ്. കാരണം നമ്മളല്ലെങ്കിൽ ഇതുകൊണ്ട് കൊടുത്തിട്ട് ഒരു ദിവസം നമ്മുടെ പോകും, പിന്നെ ഒരു ദിവസം അവിടെ വണ്ടി ഓടിക്കാനും പറ്റില്ല. അപ്പോൾ അതൊക്കെ സർവീസ് ഈ 5,000, 2,500, 1,500 എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴെപ്പോഴും നമ്മൾ കൊണ്ട് ചെല്ലേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ സർക്കാർ ടാക്സിൽ ഭയങ്കര കൂടുതലാണ്. വലിയ രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ 4/1 ടാക്സ് പോലും ഇല്ലെന്നുള്ളതാണ്. അതാണ് അവിടെ വിലയും കുറവ്. ഇവിടെ 1 കോടി രൂപയ്ക്ക് കിട്ടുന്ന ഒരു വണ്ടി ഗൾഫിലാണെങ്കിൽ 25 ലക്ഷം രൂപയ്ക്ക് കിട്ടും. ആലോചിച്ച് ബാക്കി 75,000 രൂപ 75 ലക്ഷം രൂപ ടാക്സാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഈ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ്സ്, നല്ല ഒരു ഹെഡ്ലൈറ്റ് നല്ല പവർഫുൾ ആയിരിക്കണം. നല്ല പവർഫുൾ മീൻസ് ഒരുപാട് പവർഫുൾ ആകാൻ പാടില്ല, എതിരെ വരുന്നതിന് കണ്ണ് കാണാൻ പറ്റില്ല, കൊണ്ട് ഇടിച്ച് കയറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നോർമലി ഒരു 60 ഉള്ള ആ റേഞ്ചുള്ള LED ഇടാവും. അതാണ് അങ്ങനത്തെ ഉള്ളത് വേണം എടുക്കാനായിട്ട്. അതുപോലെ ഈ കളേഴ്സിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കളറ് ശരിക്കും നിങ്ങൾക്ക് എപ്പോഴും കഴുകാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റാണ് നല്ലത്. പക്ഷേ കഴുകാൻ ഉദ്ദേശമില്ലെങ്കിൽ നിങ്ങൾക്ക് റെഡോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു റെഡ് ഉണ്ടല്ലോ ആ റെഡോ അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്കും ഒക്കെയാണ് നല്ലത്. മറ്റേ എപ്പോഴും കഴുകണം. അത് കളറിലൊരു പ്രശ്നമാണ്. അതുപോലെ വൈറ്റ് വണ്ടിയാണെങ്കിൽ വളരെ വലുതായിട്ട് തോന്നും, ചെറിയ വണ്ടിയാണെങ്കിൽ വലുതായിട്ട് തോന്നും, കറുത്ത കളർ വണ്ടിയാണെങ്കിൽ ചെറുതായിട്ട് തോന്നും. അപ്പം അത് ശ്രദ്ധിച്ചോളണം. പിന്നെ അതുപോലെ അലുമിനിയത്തിൻ്റെ കളറും നല്ലതാണ്. അലുമിനിയം കളറും പെട്ടെന്ന് അഴുക്കാവില്ല, ചീത്തയാവില്ല. അതുപോലെ തന്നെ ചെറിയ സ്ക്രാച്ച് ഒന്നും വന്നാലും അറിയില്ല. പക്ഷെ വൈറ്റിലൊക്കെ വന്നാൽ അറിയും, ഉടനെ മനസ്സിലാവും അത് അങ്ങനെ ഇതായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ നമ്പറുകളിലും നല്ല നമ്പർ പന്ന നമ്പറൊന്നും ഒരു കാര്യമില്ല. നല്ല നമ്പർ വണ്ടിയും ഒറ്റ നമ്പറും ഇരട്ട നമ്പർ വണ്ടിയും എല്ലാം റോഡിൽ പപ്പടം പൊടി പോലെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ കെയർഫുള്ളായിട്ട് ഓടിച്ചാൽ അത്രയും ഓടും. പിന്നെ ആക്സിഡൻസും ചെറുതായിട്ട് എപ്പോഴാണെങ്കിലും പറ്റും. ഓടുന്ന വണ്ടിക്ക് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചെറിയ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ കെയർഫുള്ളായിരുന്നാൽ മാക്സിമം നമുക്ക് കുഴപ്പമില്ലാതെ പോകും. കാരണം ഒരു പ്രാവശ്യം ഒരു ആക്സിഡൻറ്റ് വന്ന് നമ്മുടെ സമയം എത്ര പോകുമെന്നറിയാമോ? അടുത്തൊരു 7 ദിവസം വണ്ടിയും കാണില്ല. അതിനുവേണ്ടി മെനക്കെട്ട് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പോയാൽ എല്ലാവർക്കും ഈ സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് കാര്യങ്ങൾ. അപ്പോൾ കാറിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് വാങ്ങിക്കുക. പൈസ നല്ലൊരു എമൗണ്ട് നമ്മൾ മുടക്കുന്നതാണ്. വളരെ നിങ്ങൾക്ക് നിങ്ങളുടെ അത് ആവശ്യകത പെട്രോൾ വേണോ, പെട്രോളാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. അതിനകത്ത് സാധനങ്ങളുടെ അളവ് നോക്കിയാൽ ടോട്ടൽ പൈസ എത്രയും നോക്കുക. അത് കാൽക്കുലേറ്റ് ചെയ്ത് നല്ല കൈ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതുപോലെ ഓടിക്കുക എന്നുള്ളതാണ്. ഓടിച്ചില്ലെങ്കിൽ നഷ്ടമാണ്. വെറുതെ വണ്ടി ഒക്കെ എന്നാൽ കാരണം ഓടിച്ചില്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അനുസരിച്ചുള്ള വിലയെ കൈ കിട്ടുള്ളൂ. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് കാർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇനി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ, പറഞ്ഞുതരാം. അതുപോലെ കാർ വാങ്ങിക്കാൻ മുമ്പ് നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ കാര്യം പലരും ആലോചിക്കാറുണ്ട്, പൈസ കുറവായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ ഈ തരുന്ന ആളുടെ കാര്യം ഒന്ന് നല്ലൊരു ശ്രദ്ധിക്കുക. ആരാണ് ഈ സെക്കൻഡ് ഹാൻഡ് കാർ തരുന്നതെന്ന് ശ്രദ്ധിക്കണം. അയാളുടെ ഹിസ്റ്ററി വേണമെങ്കിൽ നമുക്ക് നോക്കാം, എങ്ങനെയാണ് പാർട്ടി, ആരാണ്. പല കാറുകാരും ഇതിനകത്തൊക്കെയുള്ള റിപ്പയറുകളെല്ലാം നിങ്ങളടുത്ത് നല്ലതുപോലെ തൽക്കാലത്തേക്കൊന്ന് തട്ടിക്കൂട്ടി ബെൻഡാണെങ്കിൽ എന്താണെങ്കിലും ഇതുപോലെ ചെയ്തു വെച്ചിട്ട് ചീപ്പ് പാർട്സൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ തരും. അങ്ങനെയുള്ള വണ്ടികളെടുത്താൽ പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് പണിയൊക്കെ നേരം കാണുള്ളൂ. പിന്നെ വെറുതെ അവനും ചീത്ത പറഞ്ഞാൽ അങ്ങനെ. അപ്പം നിങ്ങൾ ചെയ്യാനുള്ളത് ഒന്നീ എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുമ്പോൾ വർഷം വെച്ച് നോക്കിയും എല്ലാം നോക്കി നല്ല വില കുറച്ച് മേടിക്കുക എന്നുള്ളതാണ്. നല്ല വില കുറച്ച് മേടിക്കുക. എന്നാൽ നമുക്ക് ആ കുറച്ച് വാങ്ങിക്കുന്ന പൈസ കൊണ്ട് റിപ്പയർ വരുമ്പോഴത്തേക്കും അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ മാതിരി വില കൂടുതലും എടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് നിങ്ങൾ ഓടിച്ച് നോക്കുക, ശബ്ദം കേൾക്കുന്നുണ്ടോ, അതിൻ്റെ എന്തെങ്കിലും പക്ഷേ അതൊക്കെ നല്ല എക്സ്പേർട്ട് ആണെങ്കിലേ മനസ്സിലാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. കാരണം ഈ തരുന്നവരെല്ലാം അതിനെല്ലാം നാക്കായിട്ടെല്ലാം മറച്ചു വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഡയറക്റ്റായിട്ട് പാർട്ടികളുടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം. കാരണം ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ വണ്ടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നന്നായിട്ട് അത് റിപ്പയർ ചെയ്ത് റെഡിയാക്കിയിരിക്കണം എന്നുള്ളതാണ്. വളരെ ചീപ്പ് രീതിയിൽ റിപ്പയർ ചെയ്ത് തട്ടിക്കൊണ്ട് പരിപാടിയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് രൂപ പോകും. അപ്പോൾ എൻ്റെ അഭിപ്രായം സെക്കൻഡ് ഹാൻഡ് വണ്ടിയേക്കാളും നല്ലത് പൈസ ഉണ്ടെങ്കിൽ
ഏറ്റവും നല്ലൊരു പുതിയ വണ്ടി എടുക്കുന്നത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല കമ്പനികളും 5 വർഷം വരെ വാറണ്ടി തരുന്നുണ്ട്. നിങ്ങൾക്കൊന്നും ഒരു മെയിൻ്റനൻസ് 5 പൈസ കൊടുക്കാതെ തന്നെ 5 വർഷത്തേക്ക് അവൻ ധൈര്യമായിട്ട് കൊണ്ടുപോകും, റോഡിൽ കിടക്കില്ലെന്ന്. അതുപോലെ റോഡിൽ കിടന്നാൽ ഭയങ്കര പ്രശ്നമാണ്. അന്ന് നിങ്ങളുടെ ദിവസം പോക്കാണ്. കാരണം ബാക്കി ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും, ട്രാഫിക് ജാം ആവും. അപ്പോൾ അതുകൊണ്ട് ഈ സെക്കൻഡ് ഹാൻഡ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഒന്നീ ഡാം ചീപ്പായിട്ട് കിട്ടുക. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു 8 ലക്ഷം രൂപ വണ്ടി വിലയുള്ള വണ്ടിക്ക് 2000 രൂപയ്ക്ക് കിട്ടുക ഒരു 3 വർഷത്തിനകത്ത്. അങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് പൈസ ഇറക്കാനും പക്ഷേ നിങ്ങൾ മെയിൻ്റനൻസിനൊക്കെ ഇറക്കുമ്പോൾ ഓരോ ദിവസവും നിങ്ങൾ വർക്ക്ഷോപ്പിൽ പോകേണ്ടി വരും, ചെയ്യേണ്ടി വരും. ആ ദിവസങ്ങളൊക്കെ പോവും. അതുപോലെ തന്നെ ഇത് വഴി കിടക്കുമെന്ന് അറിഞ്ഞുകൂടാ, ദൂരയാത്ര കൊണ്ടുപോകാൻ സമാധാനം വരില്ല, അങ്ങനത്തെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശരിക്കും നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് പരിചയമുള്ളവരുടെ ഇപ്പം പലരും മോഡൽ മാറ്റാൻ വേണ്ടിയിട്ട് 10,000 കിലോമീറ്റർ 20,000 കിലോമീറ്റർ ആകുമ്പോൾ മോഡൽ മാറ്റാൻ വേണ്ടി പോകണം. അങ്ങനത്തെ വണ്ടി നല്ലതാണ്. കാരണം ഒരു 1.5 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ വരെ ഒരു പണിയും വരില്ല നോർമലി. പക്ഷേ ഈ പന്ന ഓട്ടോ ആണെങ്കിൽ നമുക്ക് സസ്പെൻഷനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് പോകും. അടി തട്ടിയിട്ടുണ്ടാവും, ഡാമേജ് ഉണ്ടാവും, അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നമുണ്ട്. അപ്പം കൂടുതൽ റഫ് ഓട്ടോ ഓടിക്കുന്നവരുടെ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നിങ്ങൾ അതിനകത്ത് ഹെവി ആയിട്ട് നിങ്ങൾക്ക് പൈസ പിന്നെ മുടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വെള്ളി രാജ്യങ്ങളിലെല്ലാം സ്ക്രാപ്പിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. 5 വർഷം കഴിയുമ്പോൾ തന്നെ കമ്പനി തിരിച്ചു വാങ്ങിക്കും, അതവർ സ്ക്രാപ്പിലോട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഒരു പൈസ നമുക്ക് തരും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് ഹാൻഡ് പരിപാടി തന്നെ കുറഞ്ഞു വരെയുണ്ട്. കാരണം ഇതാണ് പ്രോബ്ലം. നമ്മളെടുത്തിട്ട് പിന്നെ അയാളുടെ ആവശ്യാവസ്ഥത ഇത് ചെപ്പ് ചവറ് ഇങ്ങനെയൊക്കെ ഒരു ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും പുതിയ വണ്ടിയിലോട്ട് പോകുക. 5 വർഷത്തെ വാറണ്ടിയിലെടുക്കുക. കമ്പനികളും ഇനിയിപ്പോൾ ഇങ്ങനെ 5 വർഷം കഴിയുമ്പം ഈ സ്ക്രാപ്പ് എന്ന് പറഞ്ഞ് തിരിച്ച് ഒരു 30% വാല്യൂ തന്ന് തിരിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഈ സാധനങ്ങൾ നമ്മൾ ഇതിൻ്റെ വിശ്വാസ്യതയും നമ്മൾ വഴി കിടക്കുന്ന അങ്ങനത്തെ ഒന്നും പോകില്ല. അപ്പോൾ അത് വളരെ നല്ലതുമാണ് അങ്ങനെ ചെയ്യുന്നത്. ആ രീതിയിലൊന്ന് ഇനി ചിന്തിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.